ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഇന്ന് കർക്കിടകം 7 അപ്പോൾ കർക്കിടകം 7 അന്ന് എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തോടു കൂടിയാണ് പൂജകളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളും പൂജകൾ മാത്രമേ ഉള്ളൂ. സാധാരണ കർക്കിടക പൂജയൊക്കെ കഴിഞ്ഞു. 7 ദിവസമാണ് ഞാൻ പൂജ ചെയ്തത്. അപ്പോൾ ഭഗവതിക്ക് വയ്ക്കുന്ന പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളുടെ സാധാരണ ഒരു റുട്ടീൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി വന്നു. അപ്പോൾ ഇന്ന് ചേട്ടനൊന്നും ചോറ് കൊണ്ടുപോകണ്ട, വേറെ പണികളൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം എന്നൊക്കെ ചായ സാധാരണ നമ്മൾ ഇവിടുന്ന് പൊട്ടിക്കാറുണ്ടല്ലോ, ചായക്കുള്ള സകല അതും പൊട്ടിക്കാം. അപ്പോൾ സുന്ദരിക്കൊക്കെ ഫുഡ് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പിന്നെ നല്ല പെരുമഴ. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പാരമേക്കാവിൽ എത്തിയപ്പോൾ നട തുറക്കാനായിട്ട് കുറച്ച് നേരം പിടിച്ചു. അങ്ങനെ നട തുറക്കലും നല്ല ഇരുട്ടം വെയിലായിരുന്നു, അത്ര നേരം വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഈ ചുരിദാറുണ്ടല്ലോ, നമ്മൾ പാലക്കാട്ട് പോയപ്പോൾ എടുത്തതാണ്, പാലക്കാട് ലുലുന്ന്. അപ്പോൾ അവിടുന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര ചൂടാണ് ഈ ചുരിദാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ ഞാനിത് ഇടണില്ല, ഇനി മഴ പെയ്യണ ദിവസം ഇടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കയറുമ്പോൾ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് തിരിച്ചിറങ്ങണ സമയത്തായപ്പോൾ, അതായത് നട തുറക്കണ സമയമായപ്പോൾ ഉണ്ട് നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പിടിച്ചിട്ടുള്ള നല്ല മഴ. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വെയിലൊക്കെ വരും. നമുക്ക് ഇപ്പോഴത്തെ കാര്യമൊന്നും നമ്മൾ നോക്കണ്ട. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിൽക്കാം. അപ്പോൾ അവിടെ ആരൊക്കെയോടെ നിന്ന് ഹോണടിക്കാൻ വണ്ടി പോയത് സ്കൂൾ ബസ്, സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഇവിടെ ഈ അടുത്ത വീട്ടിലത്തെ അവരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ചകപക പരിപാടികളാണ് ഇനിയൊക്കെ. ഇത് കഞ്ഞിയാണ്, ഇന്ന് സ്പെഷ്യൽ കഞ്ഞിയാണ് ഞാൻ വെക്കുന്നത്. ഇനി അവരെ കഞ്ഞിയാണ് കേട്ടോ ഞാൻ വയ്ക്കാൻ പോകുന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കണത് എന്താണെന്നറിയോ, പുറത്ത് നല്ല മഴയാണ്. മഴ മാറിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അവരെ കഞ്ഞിയാണ് വയ്ക്കുന്നത്. കഞ്ഞി മാത്രം മതി. അപ്പോൾ എനിക്കത് ഉച്ചയ്ക്കായാലും എനിക്ക് കഴിക്കാം. അപ്പോൾ സുന്ദരിക്ക് ഇപ്പോൾ നമ്മൾ കാറ്റ് ഫുഡ് കൊടുക്കുന്ന കാരണം അവൾക്ക് ചോറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ ഇപ്പം എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. അമ്മയെ വിളിച്ചിട്ട് എന്നെ കഞ്ഞി അതോടെ കയറാം കേട്ടോ. സുന്ദരി ആട്ടോ പോട്ടെ, അതോടെ പോട്ടെ. ഇനി കാലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക്. അത് എന്നെക്കാളും മുമ്പ് വന്നിട്ട് വേണ്ടോ കയറാൻ വേണ്ടിയിട്ടാണ്, അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കളാ ഇന്നത്തെയും കൂടെയും വൈകിട്ടൊന്നും പൂജയില്ല, ഭഗവതിക്ക് വയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങ് തുടങ്ങാം അല്ലേ. കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു, വർത്താനം പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ കർക്കിടക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മഴയും വെയിലും ഒക്കെ ഉള്ള ഒരു മാസമാണല്ലോ. പക്ഷെ ഇപ്പോൾ മഴയുമില്ല, ഒരു തേങ്ങയുമില്ല അല്ലേ. എന്താ ചെയ്യാം. പിന്നെ എന്താ പറയുക, നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ മുറ്റടിച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഞാൻ മുറ്റടിക്കാറില്ല. ഞാനത് നേരത്തെ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മുറ്റടിക്കാറില്ല. പൂജ ഉണ്ടാവും. അപ്പോൾ ഒരു 5:45 എല്ലാം ഒരുക്കി വെച്ച് എല്ലാ കാര്യങ്ങളും അകത്തെല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതൊക്കെ ചെയ്യും. പിന്നെ അപ്പോൾ അതുകൊണ്ട് മുറ്റം അടിക്കലുണ്ടായിരുന്നില്ല ഒരു 7 ദിവസമായിട്ട്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളത്. അതും അടിച്ചു വാരിയിടും, തുടയ്ക്കലൊക്കെ കുറവായിരുന്നു. നമ്മൾ പൂജയുടെ സാധനങ്ങൾ മാത്രം വൃത്തിയാക്കിയിട്ടാണല്ലോ നമ്മളെപ്പോഴും ഇരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ എല്ലാം കൂടി ഓടി നടന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പിന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ജപിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഒരുപാട് ക്ഷീണവും നല്ല ഒക്കെ വരും. നമുക്ക് ഒരു അസ്വസ്ഥതകൾ, ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാവും. അത് സ്ഥിരം ചെയ്യുന്നവരായാലും വല്ലപ്പോഴും ചെയ്യുന്നവരായാലും എന്തൊക്കെയാണെങ്കിലും ഒരു വല്ലാത്തൊരു കനവും ഒക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്ഷീണമുണ്ട് വീട്ടിലെ പണികൾ. അത് കഴിഞ്ഞ് അടുത്തത് വീട്ടിലെ പണികൾ എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളാണ്, നമ്മുടേതായ ഒരു കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ, ഭക്ഷണം ഉണ്ടാക്കണം. അങ്ങനെയുള്ള ഒരു ചെറിയ
കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ അതുകൊണ്ട് എനിക്ക് ജപിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുകളാണ്. അതായത് ജപിക്കുമ്പോൾ കുഴപ്പമില്ല, ജപം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണികൾ എടുക്കാനായിട്ട് ആ ഒരു മൂഡിലായിരിക്കും, നമുക്ക് പണികൾ എടുക്കാൻ നമുക്ക് കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇനിയിപ്പം ഇന്നത്തോടു കൂടി എല്ലാ പണികളും കഴിഞ്ഞു, പൂജകളും കഴിഞ്ഞു, എല്ലാ പൂജകളും കഴിഞ്ഞു. ഇനി നമ്മൾ സാധാരണ ക്ഷേത്ര ദർശനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള അമ്പലങ്ങളിലേക്കൊക്കെ കർക്കിടക മാസത്തിൽ പറ്റാവുന്ന അമ്പലങ്ങളിലേക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ അമ്പല ദർശനത്തിനാണ് പോകുന്നത്. പിന്നെ വീട്ടിൽ പൂജകളില്ല, സാധാരണ രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്ത. ഒരു മിനിറ്റ്, ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വരാം. ഇല്ല, വെള്ളം തിളച്ചോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൂ. അതുപോലെ നമുക്ക് പൂജ നമുക്ക് ചെയ്യുക എന്നുള്ളതില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. എന്നുവെച്ചാൽ ജപം ഉണ്ട് കേട്ടോ, ജപിക്കാനായിട്ടിരിക്കും. നമുക്ക് രാവിലെയും വൈകിട്ടൊക്കെ വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, പിന്നെ അങ്ങനെ കുറച്ച് കനകധാരസ്തവം, അങ്ങനെ എൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി ചൊല്ലുന്ന എൻ്റെ റുട്ടീനുകൾ എന്തായാലും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള പൂജകൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇല്ലാണ്ടിരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊരു റുട്ടീനായ കാരണം നമ്മൾ ഡെയിലി അതൊക്കെ നമ്മുടേതായ റുട്ടീൻ പ്രാർത്ഥനകളൊക്കെ നമ്മളങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് പൂജ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ കുറച്ച് പാടാണ്. കാരണം ഇപ്പോഴാണ് പൂജ ചെയ്യുന്ന നേരത്തെ എനിക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പൂജ കഴിഞ്ഞിട്ടുള്ള ഒരു അതിങ്ങനെ കാണിച്ചത്. എനിക്കത് നമ്മൾ പൂജ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മളുടെ സന്തോഷത്തിനാണ്, നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഇഷ്ടത്തോടു കൂടി അതിന് പലപ്പോൾ ഏറ്റക്കുറിച്ചിലുകളുണ്ടാവും, അല്ലെങ്കിൽ തെറ്റുകളുണ്ടാവും, ശരികളുണ്ടാവും. അതൊക്കെ നമ്മുടെ സന്തോഷം, നമ്മളും ദൈവവും നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷനാണത്. അപ്പോൾ ആ ഒരു ചെറുപ്പം തൊട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അപ്പുറത്തെ വീട്ടിൽ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ ചെയ്യുന്നുണ്ടാവുക. പലരും പലതരത്തിലായിരിക്കും. അപ്പോൾ അയ്യോ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ പൂജ ചെയ്യുന്ന ഇതൊന്നും ഞാൻ കാണിക്കാത്തത്. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൂജകളും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പൂജ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അന്ന് ഒരു ദിവസം ഞാൻ വീഡിയോ കാണിച്ചു തന്നത് പിന്നെ കണ്ടുവല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അർച്ചനയും കാര്യങ്ങളൊക്കെ ചേട്ടൻ അർച്ചനയൊക്കെ ചെയ്യും. രാവിലെ ചേട്ടൻ്റെ വക അർച്ചനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു മാസമാണ്. എല്ലാ മാസങ്ങളും എല്ലാം നല്ല തന്നെ. നമ്മൾ പറയില്ലേ കർക്കിടകം, വൃശ്ചികം എന്നൊക്കെ പറയുമ്പോൾ, പിന്നെ അതുപോലെ വൈശാഖ മാസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും എനർജറ്റിക് ആയിട്ടിരിക്കുന്ന, നാമജപത്തോടു കൂടിയിരിക്കുന്ന മാസങ്ങളാണല്ലോ അതൊക്കെ. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ മനസ്സിനൊരു കുളിർമ തോന്നും, നമുക്കൊരു വല്ലാത്ത സുഖവും ഒക്കെ കിട്ടുന്ന ഒരു മാസം. നമ്മൾ പറയില്ലേ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളും ദൈവമെല്ലാം നമുക്ക് നേടിത്തരുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് നമ്മളുടെ അടിയുറച്ച വിശ്വാസമാണല്ലോ ദൈവത്തിനോട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പൂജകളും കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. എല്ലാം ഈശ്വരനിൽ അർപ്പിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ ആ പൂജകളെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച എൻ്റെ പൂജകളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ സാധാരണ റുട്ടീനുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇത്രയും ദിവസം നമ്മുടെ എന്താ പറയുക, നമ്മൾ ദേവിയെ വിളിച്ചു വരുത്തി നമ്മുടെ വീട്ടിൽ ഇരുത്തിയിരിക്കുമായിരുന്നല്ലോ ഇത്രയും ദിവസം. അങ്ങനെയാണല്ലോ നമ്മൾ. അപ്പം നമ്മുടെ കൂടെ ഇപ്പം ദേവി ഉണ്ട് എന്നാണല്ലോ വിശ്വസിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ അവർക്ക് പറയാൻ എനിക്കറിയുള്ളൂ. എനിക്കത് ആധികാരികമായി ഒന്നും സംസാരിക്കാനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇങ്ങനെ സാധാരണ സംസാരിക്കുന്ന പോലെ പറയാനേ എനിക്കറിയുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പിന്നെന്താ പറയണ്ടേ ഓർമ്മയില്ല. നീ കിച്ചണിലേക്ക് ചെല്ലട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. കുറേ ഉണ്ട് സംസാരിക്കാൻ. എന്തൊക്കെയാ എവിടെ നിന്നൊക്കെ പറയണ്ടേന്ന് അറിയില്ല, അതുകൊണ്ട് മാത്രമാണ് ഞാൻ കിച്ചണിലേക്ക് പോട്ടെ കേട്ടോ. നമ്മൾ ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടേ ഒരു വെളുത്തുള്ളിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് ചൗ നന്നാക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, എന്നിട്ട് ഇതങ്ങ് നല്ല പോലെ അങ്ങ് ഇളക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നമുക്കതങ്ങ് മൂടി വെച്ചിട്ട് വേവിക്കണം, ചെറിയ തീയിലിട്ടിട്ട്. അപ്പം എന്നിട്ട് ബാക്കി മുളക് പൊടിയൊക്കെ പിന്നെ ചേർക്കും കേട്ടോ.
ഇതാണ് എൻ്റെ കഞ്ഞിക്കുള്ള ഒരു ഉപ്പേരി. മുളക് പൊടിയൊക്കെ ചേർത്തു അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പേരി ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലും ഒരു കറി വേണം എനിക്ക്. ഞവരക്കഞ്ഞി ആണെങ്കിൽ അരി മാത്രം കേട്ടോ. അതാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉപ്പേരിയൊക്കെ വേണം എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ. ഇന്നത്തെ അജിൻ്റെ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ. അടുത്ത വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ.